ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിൻ്റെ നാളത്തെ ആ ഒരു പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നേരെ നമുക്ക് സുമിത്രയുടെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇതാ അനിരുദ്ധിനെ മുന്നിൽ കണ്ടു. പക്ഷേ അത് തൻ്റെ മകനാണെന്ന് എത്ര വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടും ദീപുവും അവനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരും അംഗീകരിക്കുന്നില്ല. അപ്പം സുമിത്രയുടെ വെറും തോന്നൽ മാത്രമാണ് എന്നുള്ള രീതിയിൽ ദീപു അത് വരുത്തി തീർക്കുകയാണ്. അപ്പം ഈ ഒരു സമയമാണെങ്കിലോ എൻ്റെ ടീച്ചറമ്മ തന്നെയാണ് എൻ്റെ അച്ചമ്മ എന്നുള്ള സത്യം കുഞ്ഞ് തിരിച്ചറിയുന്ന സമയത്താണെങ്കിലോ പ്രേമ കുഞ്ഞിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പം ഇപ്പം കണ്ടതൊന്നും അല്ല, നിൻ്റെ അച്ചമ്മ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയതാണ്. നിൻ്റെ ടീച്ചർക്കാണെങ്കിലോ നിൻ്റെ അച്ചമ്മയുടെ മുഖച്ഛായ വന്നതാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ അങ്ങ് കൺഫ്യൂസ്ഡ് ആക്കുകയാണ്. അപ്പോൾ കൊച്ചിങ്ങനെ സംശയത്തോടു കൂടി ഇരിക്കുമ്പം ഇനിയിപ്പോൾ ദാ ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് വലിയ സങ്കടമാവും. സ്വരമോളുടെ അച്ഛൻ സങ്കടപ്പെടുന്നത് മോൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് പ്രേമ. അങ്ങനെ കൊച്ചാണെങ്കിലോ അച്ഛൻ സങ്കടപ്പെടുന്ന കാര്യമൊന്നും തനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇനി താൻ ഈ കാര്യങ്ങളൊന്നും അച്ഛനോട് ചോദിക്കില്ല എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ സമയമാണെങ്കിലോ നമ്മുടെ ദീപുവിന് രഞ്ജിതയുടെ കോള് വരിക കേട്ടോ. ദീപു ആണെങ്കിൽ മാറിപ്പോയി നിന്ന് രഞ്ജിതയോട് സംസാരിക്കുന്നുണ്ട്. രഞ്ജിത എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ ഗേറ്റിന് വെളിയിലുണ്ട്. ദീപു എത്രയും പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറയുകയാണ്. ദീപു ഓടിപ്പാഞ്ഞങ്ങ് ചെല്ലുക കേട്ടോ. ചെന്ന പാടെ തന്നെ അതെ ഇപ്പം ഇവിടെ വലിയൊരു സംഭവം നടന്നു. സുമിത്രേച്ചി ഉണ്ടല്ലോ, ആ ഒരു അനിരുദ്ധിനെ കണ്ടു. പക്ഷേ ദൈവാധീനത്തിനാണ് ചേച്ചി എനിക്ക് വേറൊരു രീതിയിൽ പറഞ്ഞ് വഴിതിരിപ്പിക്കാനായിട്ട് സാധിച്ചത്. ഞാൻ വിചാരിച്ചു നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു. ചേച്ചിയാണെങ്കിൽ അനിരുദ്ധിനെ കണ്ടു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ തക്ക സമയത്ത് തന്നെ എനിക്ക് ആ ഒരു ബുദ്ധി പ്രയോഗിക്കാൻ തോന്നി. അനിരുദ്ധ് വിദേശത്താണെന്നും അതുപോലെ തന്നെ അവൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം എന്നെയല്ലേ കാണാൻ വരുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അല്ലേ ചേച്ചിയെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഇച്ചിരി വിഷമമൊക്കെ ആയെങ്കിലും ചേച്ചി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ്. അത് പോരല്ലോ ദീപു, ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു നാട്ടിൽ തന്നെ അനിരുദ്ധനുള്ളത് കൊണ്ട് അവർ തമ്മിൽ കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം എന്തുകൊണ്ടും അനിരുദ്ധൻ ഒന്നെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പോകണം, അതിനുള്ള എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യണമെന്ന് പറയുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചോളാം. ഒരിക്കൽ അവൻ എന്നെ തേടി വീട്ടിൽ വന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എടാ ഇനിയിപ്പോൾ ഈ നാട്ടിൽ മറ്റു കണക്ഷൻസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ തങ്ങുന്നത്? നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളോ ഒന്നും നിന്നോടൊപ്പം ഇല്ലല്ലോ, പിന്നെ നീ ഇവിടെ വെറുതെ നിൽക്കുന്ന എന്തിനാന്ന് ഞാൻ ചോദിച്ചതാണ്. പക്ഷെ അവൻ അതിനെനിക്ക് മറുപടിയായിട്ട് തന്നത് ഞാൻ ഈ നാട്ടിൽ തന്നെ തുടരും, എന്തെങ്കിലും ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്ത് അല്ലെ ഒരു ക്ലിനിക്കാണെങ്കിലും ഇട്ട് ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അവൻ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് രഞ്ജിതേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അനിരുദ്ധനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാന്നൊന്നും വിചാരിക്കണ്ട. അല്ലേ പിന്നെ അവന് മറ്റെന്തെങ്കിലും ഒരു ശല്യം ഉണ്ടാവണം. ഇപ്പം അനന്യയും അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ ഇപ്പം അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അത് ദൃഢമാണെന്നതിനുള്ള തെളിവ് തന്നെയാണല്ലോ. നേരത്തെ പോലെ അവർ പിരിഞ്ഞാണ് ഇരുന്നിരുന്നതെങ്കിൽ നമുക്കൊരു ശതമാനമെങ്കിലും പ്രതീക്ഷിക്കായിരുന്നു. ഇതിപ്പോൾ കൈവിട്ട സ്ഥിതിയാണ്. അപ്പം അരവിന്ദനും പറയുന്നുണ്ട്, പിന്നെ നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തായാലും അധിക കാലമൊന്നും നമുക്ക് ഈ കള്ളത്തരം പറഞ്ഞ് ചേച്ചിയെ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല എന്നും പറഞ്ഞ് ദീപു ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അവരെന്നെ തിരക്കുമെന്നും പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. ദീപു പോയതും രഞ്ജിതയും അരവിന്ദനും ഒക്കെ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിൽ സുമിത്രയാണെങ്കിൽ നമ്മുടെ പൂജയുടെ അടുത്ത് സംസാരിക്കുകയാണ്. മോളെ അമ്മയെ കണ്ടത് അത് അനിരുദ്ധിനെ തന്നെയാണ്, ആ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു സംശയവും ഇല്ല. എൻ്റെ മോൻ എൻ്റെ ഈ കൈകളിൽ കിടന്ന് വളർന്ന കുഞ്ഞാണ്, അതുകൊണ്ട് എനിക്ക് അവനെ തെറ്റിപ്പോവില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അമ്മേ ഒരുപക്ഷെ അനിരുദ്ധേട്ടൻ്റെ ചായയുള്ള ആരെങ്കിലും ആയിരിക്കും. ഇപ്പം ദീപു അങ്കിൾ പറഞ്ഞത് അമ്മ ഓർത്ത് നോക്ക്, ദീപു അങ്കിളിൻ്റെ അടുത്തല്ലേ അനിയേട്ടൻ വരുവുള്ളൂ, അപ്പം വിദേശത്ത് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്കിളിനെ തേടി അങ്കിളിൻ്റെ വീട്ടിലെത്തില്ലേ. അപ്പം അമ്മ അതൊന്ന് ആലോചിച്ച് നോക്കെന്നൊക്കെ പറയുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും സുമിത്രയ്ക്ക് ആ കാര്യം അങ്ങ് വിശ്വാസമാവുന്നില്ല കേട്ടോ. സുമിത്ര ഇങ്ങനെ കരുതുകയാണ് തൻ്റെ മകൻ തന്നെയാണ്, ഭഗവാൻ തൻ്റെ മകനെ കാണിച്ചു തന്നതാണ് എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ രഞ്ജിതയുടെ അടുത്ത് നിന്നും ദീപു തിരികെ എത്തി. അപ്പം സുമിത്രയോട് പറയുന്നുണ്ട്, ചേച്ചി ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് മടങ്ങിപ്പോവാന്ന് പറയുകയാണ്.
അങ്ങനെ ഇവരെല്ലാവരും കൂടെ സുമിത്രയൊക്കെ ഒരു ഓട്ടോ പിടിച്ച് പോവുകയാണ്. അപ്പം നമ്മുടെ ദീപു ആണെങ്കിലോ, ദീപു അവരുടെ ആ ഒരു വണ്ടി എടുത്തും പോവുകയാണ്. പൂജയ്ക്കാണെങ്കിൽ ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ പങ്കജാണെങ്കിൽ പൂജയോട് പറയുന്നുണ്ട്, പൂജ ദേ നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ലിഫ്റ്റ് തരാം, നീ നേരെ ഓഫീസിലേക്ക് പോരെന്ന് പറയുകയാണ്. ശരിയാവില്ല, എന്തായാലും അപ്പുവേട്ടനൊക്കെ ഉണ്ടല്ലോ, ഞാൻ അതുകൊണ്ട് കുറച്ച് താമസിച്ചേ വരുള്ളൂ കേട്ടോ പങ്കജ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡ് ചെയ്തേക്കണേന്നും പറഞ്ഞ് ഇവളിങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. അപ്പം അപ്പുവിന് ആ ഒരു കാര്യം കാണുമ്പോൾ സമാധാനമായി കേട്ടോ. പൂജ എന്തായാലും അവനൊപ്പം കയറി പോയില്ലല്ലോ. അങ്ങനെ ആ ഒരു സീനിന് ശേഷം ഇവർ വീട്ടിലെത്തി. സുമിത്രയ്ക്കാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ നടന്ന സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ മിന്നിമായാണ്. അപ്പോൾ താൻ തൻ്റെ മകനെ തന്നെ കണ്ടത് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് സുമിത്ര ഉള്ളത്. സരസ്വതി അമ്മയോട് ഈ ഒരു സങ്കടമൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുമ്പം സരസ്വതി പറയുന്നുണ്ട്, അതെ നീ ഇങ്ങനെ വാടകയ്ക്ക് ജീവിക്കേണ്ട ആവശ്യം എന്താ ഇപ്പോൾ ഉള്ളത്? നിന്റെ ഭർത്താവാണല്ലോ, അതിപ്പോൾ ശ്രീനിലയം പോയത് പോയിക്കോട്ടെ, അതെനിയിപ്പം എൻ്റെ മകൻ്റെ പിടിപ്പുകേട് കൊണ്ട് നീ അവന് തിരികെ കൊടുത്തുവെങ്കിലും അവനൊരു പിടിപ്പില്ലാത്തവനായി പോയി. അതുകൊണ്ട് മാത്രമല്ലേ ആ ഒരു ശ്രീനിലയം നഷ്ടപ്പെട്ടത്. പക്ഷെ അങ്ങനെയല്ലല്ലോ, രോഹിത്തിൻ്റെ വീടുണ്ടല്ലോ, പൂജയ്ക്കും നിനക്കും ആ ഒരു വീട്ടിൽ താമസിച്ചുകൂടെ? അവിടെ രഞ്ജിതയാണ് ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അവളല്ലല്ലോ അതൊന്നും അനുഭവിക്കേണ്ടത്. രോഹിത്തിന്റെ സ്വന്തം രക്തത്തിൽ ഒരു മോളുള്ളത് കൊണ്ട് ആ മോൾക്കാണ് ആ ഒരു സ്വത്തെല്ലാം വന്നു ചേരേണ്ടത്. പിന്നെ നീ വേണ്ട വിധം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്വത്തുക്കളൊന്നും ആരും കൊണ്ട് പോവില്ല എന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ സുമിത്രയോട് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, അതെ അമ്മേ, ആ കാര്യങ്ങൾ എൻ്റെ രോഹിത്ത് എഴുതിയെന്ന് പറയുന്ന ആ ഒരു വിൽപത്രം, അതിനെക്കുറിച്ചിട്ടുള്ള സകല രഹസ്യങ്ങളും ഞാൻ ചോണ്ടിയെടുത്തിരിക്കും. എന്തായാലും വക്കീലിനെ എല്ലാ കാലവും ഇവൾക്ക് പാർപ്പിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അയാൾ എന്തെങ്കിലും എൻ്റെ കൺമുന്നിൽ വരുന്ന സമയത്ത് സത്യങ്ങൾ ഈ സുമിത്ര തെളിയിക്കുമെന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയും പറയുന്നുണ്ട്, ആ വക്കീലിനെ കാണാതെ പോയത് ഞാൻ കാരണമാണ്. എന്തായാലും അന്ന് കുറച്ച് സമ്മാനങ്ങളൊക്കെ എനിക്ക് കിട്ടി. പക്ഷെ പിന്നീടാണെങ്കിൽ ആ പെണ്ണിന് സമ്മാനങ്ങളൊന്നും തരാൻ പഴയതുപോലെ ഒരു താല്പര്യമൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിക്കുമ്പം, അല്ല അമ്മ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം നിങ്ങൾ തന്നെ നേടിയെടുക്ക് എന്നും പറഞ്ഞു പുള്ളി. അപ്പം ഈ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ പൂജ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ പങ്കജാണെങ്കിൽ ഫുൾ സെറ്റപ്പായിട്ട് അവിടെ ഇരിക്കുകയാണ്. പങ്കജിൻ്റെ ഉദ്ദേശപ്രകാരം ഇന്ന് പൂജയെ മുഴുവനും ഫ്രീ ആക്കണം. അപ്പോൾ പൂജയോടൊപ്പം ഒന്ന് കറങ്ങി അടിക്കണം. ഇതൊക്കെ തന്നെയാണ് ഇവൻ്റെ ആ ഒരു പ്ലാൻ. പക്ഷേ നമ്മുടെ പൂജയാണെങ്കിൽ പങ്കജ് ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട്. ക്ഷേത്രത്തിൽ പോയത് കൊണ്ട് തന്നെ എനിക്ക് ആ കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ സാധിച്ചില്ല. അപ്പം അതുകൊണ്ട് പങ്കജ് ദയവ് ചെയ്ത് ഇപ്പം അവിടെ എവിടെയെങ്കിലും പോയിരിക്കുക, പറ്റിയാൽ നീ എന്ന് എന്നെ സഹായിക്ക്, ഒരുപാട് ജോലിയുണ്ട്. ഇനിയിപ്പോൾ രഞ്ജിതാൻ്റെ എൻ്റെ നേരെ ദേഷ്യപ്പെട്ട് വരും. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തോ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ആ ഒരു മെഡിക്കൽ സ്റ്റോറുകാരൻ്റെ അടുത്ത് കുറച്ച് ടാബ്ലറ്റ് ഒക്കെ കൊടുത്തായിരുന്നല്ലോ. അപ്പം ആ ഒരു പയ്യനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ച് സുമിത്ര ഫോൺ എടുക്കുകയാണ്. അങ്ങനെ കോള് കണക്റ്റ് ആയതും അവനോട് ചോദിക്കുകയാണ്, അതെ ഞാൻ കുറച്ച് ടാബ്ലറ്റുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പം നിങ്ങളത് പരിശോധിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞായിരുന്നു, എന്തായി, അതിൻ്റെ റിസൾട്ട് കിട്ടിയോന്ന് ചോദിക്കുകയാണ്. ആ റിസൾട്ടൊക്കെ ആയിട്ടുണ്ട് മാഡം, എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് മാനസിക രോഗികളൊക്കെ കഴിക്കുന്ന ടൈപ്പ് ഒരു ഡ്രഗ് അഡിക്ഷനൊക്കെ വരുന്ന ആ ഒരു മരുന്ന് തന്നെയാണ്. അത് അധികമായി കഴിച്ചു കഴിഞ്ഞാൽ ചിത്തഭ്രമം മൂത്ത് ഭയങ്കര ഒരു ലെവലിലങ്ങ് പോകുമെന്നുള്ള കാര്യമൊക്കെ ഈ മെഡിക്കൽ സ്റ്റോറുകാരൻ പറയുകയാണ്. അങ്ങനെ സുമിത്രയാണെങ്കിൽ ഭഗവാനെ ഇത്രയും വട്ടുള്ള ഒരുത്തൻ്റെ കൂടെ ആണല്ലോ തൻ്റെ മകൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് വ്യസനം കയറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ അവിടെ വന്നു കേട്ടോ. സരസ്വതി അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പം, എൻ്റെ പൊന്നു മോളതെ, ശീതളിനെ അവളുടെ ജീവിതം തിരിച്ചു പിടിക്കേണ്ടത് നിന്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഇനി താമസിക്കേണ്ട, നീ എത്രയും പെട്ടെന്ന് പോയി ശീതളിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഇതുപോലെയുള്ളൊരു മുഴുവട്ടൻ്റെയൊക്കെ കൂടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. മോളെ നീ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വാന്ന് പറയാണ്. അങ്ങനെ സരസ്വതി അമ്മ പറയുന്ന ആ ഒരു വാക്കൊക്കെ കേട്ട് എന്ത് ചെയ്യണം, താനിനി ശീതളിനെ വിളിക്കാൻ ചെന്നാൽ ശീതൾ വരുമോയെന്ന് പോലും സുമിത്രയ്ക്ക് നിശ്ചയമില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സുമിത്രയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു പ്രൊമോ വീഡിയോ അവസാനിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുന്നു. താങ്ക്